പല വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പൂർവികർ നൽകിയ വേങ്ങര ടൗണിലുള്ള 3 ഏക്കർ സ്ഥലം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? കലാകായിക രംഗത്തും സാംസ്കാരിക രംഗത്തും ചാരിറ്റി രംഗത്തും വളരെ ഭംഗിയായി ആ ഗ്രൗണ്ടും ഓഫീസും ഒരേപോലെ നടത്തുന്ന കേരളത്തിലെ ഏക മണ്ഡലമാണ് വേങ്ങര മണ്ഡലം. അതിരാവിലെ 5 മണിക്ക് ഓഫീസ് എന്ന ഗ്രൗണ്ട് തുറക്കും. രാത്രി 12 മണിക്കാണ് ആ ഗ്രൗണ്ട് അടയ്ക്കാറ്. അതിനുള്ളിൽ വരുന്ന എല്ലാ സാമ്പത്തിക ചെലവും ഇദ്ദേഹത്തിന്റെ കീശയിൽ നിന്നാണ് പോകുന്നത്. ഒരു പൊതുജനത്തിന്റെ കയ്യിൽ നിന്നോ ഒരു 10 പൈസ വാങ്ങാതെ ആ ഭംഗിയായി നടത്തുന്ന ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് LDF നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. എന്നാലോ തൊട്ടടുത്ത UDF സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. KM ഷാജി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നയങ്ങളുമായിട്ട് എതിർപ്പ്, വ്യക്തികളോട് ഒരു വ്യക്തിവൈരാഗ്യമില്ല. വ്യക്തിവൈരാഗ്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളത് പഠിപ്പിച്ചിട്ടില്ല. നയങ്ങൾ, വിഷയങ്ങൾ, ഈ രണ്ടും വെച്ചിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്. എന്നാൽ ഞങ്ങളാണോ പറയുന്നത്? ഇദ്ദേഹത്തെ ആദ്യം സ്ഥാനാർത്ഥിയാക്കിയത് കാസർഗോഡായിരുന്നു. കാസർഗോഡ് രാവിലെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു. കാസർഗോഡ് സ്ഥാനാർത്ഥി KM ഷാജി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് അരമണിക്കൂറിനുള്ള ഒരു പ്രകടനം നടന്നു യൂത്ത് ലീഗിന്റെ. ഞങ്ങൾക്ക് വേണ്ട ഇദ്ദേഹത്തെ, KM ഷാജിയെ ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് ഫ്ലെക്സ് ബോർഡിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഈ വർഗീയവാദിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളല്ല പറയുന്നത്, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രകടനമാണ് പോയത്. അത്തരത്തിലുള്ള ഒരാളെ ഈ മതേതരത്വ മണ്ണിലേക്ക് എന്തിനാണ് പറഞ്ഞയച്ചത്? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനപ്പുറം KN ഖാദറും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള ഒരുപാട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഭരിച്ച മണ്ഡലമാണിത്. മുസ്ലിം ലീഗുമായി പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇവരെല്ലാം മതേതരത്വവാദികളായിരുന്നു. എന്നാൽ ഷാജി, ഞങ്ങൾക്ക് നിങ്ങളെ ഭയമാണ്. കാരണം നിങ്ങൾ നേർവഴിക്കല്ല പോകുന്നത്, മനുഷ്യനെ വിഭജിക്കുകയാണ്. മതം പറഞ്ഞുകൊണ്ട് വിഭജിക്കുന്ന മതമാണ് പ്രശ്നം. എന്ത് പ്രശ്നമാണ് മതമുള്ളത്? അദ്ദേഹത്തിന്റെ മതമോ എന്റെ മതമോ ഒന്ന് തന്നെയാണ്. ഈ 10 വർഷമായി മുസ്ലിം മതത്തിന് ഈ മണ്ണിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വേങ്ങരയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? മതം പറയുന്ന ഇത്തരത്തിലുള്ള, മതം തിരിച്ച് മനുഷ്യനെ വേർതിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനു വേണ്ടിയാണ് ഈ മണ്ണിലേക്ക് കെട്ടിയെടുത്തത്? ഞങ്ങൾക്ക് ഭയമാണ് താങ്കളെ. ഞങ്ങൾ പേടിക്കുന്നു. കാരണം ഇലക്ഷന് ശേഷവും ഈ നാടിൽ മതം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന ഈ പാർട്ടിയെയും ഭയമത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 സ്ഥാനാർത്ഥി